பாய் நல்வாழ்த்துக்கள். எப்படி இருந்த கொச்சிக்காரன் மட்ராஸ்காரன் தமிழ் பேசும்போது தமிழ் ഡയലോഗ്? കുറച്ച് കഷ്ടപ്പാടായിരുന്നു. പിന്നെ പിന്നെ ഈസി ആയി എന്നുള്ളതല്ല, ഷൂട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി കുഴപ്പമുണ്ടായില്ല. അത് കഴിഞ്ഞ് ഡബ് ചെയ്തപ്പോഴാണ് ചില വാക്കുകൾ നമ്മൾ ചില അക്ഷരങ്ങൾ നമ്മൾ പറയണ പോലെ അല്ല അവർ പറയണത്. അതിൻ്റെ സ്പീഡ് വേറെയാണ്. ചില അക്ഷരങ്ങൾ അവർ പറയില്ല, എന്നാൽ അത് ആ അക്ഷരത്തിലുണ്ടാവുന്നതാണ് ഒരു ചില വാക്കുകൾ. അപ്പം അതൊക്കെ കുറച്ച് ട്രിക്കിയായിരുന്നു ആ രീതിയിൽ പറഞ്ഞെടുക്കാൻ. എന്നാലും എനിക്ക് പറ്റാവുന്ന ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷെയ്ബ്രോ, ഇവിടെ ഈ പൊങ്കൽ റിലീസ് കേരളത്തിലും ഭയങ്കര സെലിബ്രേറ്റഡ് ആണല്ലോ. ഇപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന പൊങ്കൽ റിലീസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലും ഭയങ്കര സംഭവം. ഇപ്പോൾ ശരിക്കും ഒരു മലയാളിയുടെ സിനിമ പൊങ്കൽ തമിഴ്നാട്ടിൽ റിലീസ് ആവുക എന്നുള്ളൊരു കാര്യം കൂടെ സംഭവിക്കാണല്ലോ. അപ്പം ഈ പൊങ്കൽ റിലീസിന്റെ പ്രഷർ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ പ്രഷർ ശരിക്കും അടിക്കുന്നുണ്ടോ ഈ ന്യൂ ഫേസ്? ബ്രോ, എനിക്കിത് ശരിക്കും പറഞ്ഞാൽ 31st വെച്ചിരുന്ന പടമായിരുന്നു. വിടയം മേടിച്ച് മാറിയതുകൊണ്ടാണ് ഈ ഡേറ്റിലേക്ക് വന്നത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഒരു ഡേറ്റിന് നമ്മുടെ ഒരു പടം അവര് തിയേറ്ററിൽ കൺസിഡർ ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. എല്ലാം ഇങ്ങനെ സിറ്റുവേഷനിൽ വന്നതുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്, അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്ത് പൊങ്കലിന് വെച്ച പടമല്ല. ഒരുപാട് ഡേറ്റ്സ് നോക്കിയിരുന്നു മുമ്പ്. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരുപാട് വലിയ സ്റ്റാർസിന്റെ അവിടെ പടങ്ങൾ ഒരു തിയേറ്റർ കിട്ടില്ല എന്നൊക്കെയുള്ള സീനായിരുന്നു. പക്ഷെ ഇത് ദൈവം സഹിച്ച് ഇങ്ങനെ ഈ ഒരു റിലീസ് എക്സൈറ്റഡ് ആണ് ബ്രോ. ടെൻഷന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു പേടിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു അങ്ങനെ ഒരു നടന്നതിൽ. കലീബ്രോ, ഇപ്പൊ 2024 വാഴ വന്നു. വാഴ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ തിയേറ്ററിലും ഭയങ്കര സെലിബ്രേറ്റ് ചെയ്ത സിനിമ കൂടെയാണ്. കാരണം അതിന്റെ ക്രിട്ടിക് ആസ്പെക്റ്റ് ആണ് പൊതുവെ എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറ്. പക്ഷെ നമ്പേഴ്സും വന്ന സിനിമ ശരിക്കും അത്തരം സിനിമകൾ ഒരു ആക്ടർ എന്ന രീതിയിൽ മുന്നോട്ടുള്ള കരിയറിനെ എത്രത്തോളം ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യും ശരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്? So what was the motivation that Vaazha success gave to you? Every film success motivates us, failure teaches us. So அதனால வாழை ரொம்ப ஸ்பெஷலான ஒரு ஃபிலிம் தான் எனக்கு கண்டிப்பாக. ஃபர்ஸ்ட் ஆஃப் ஆல் மாரி செல்வராஜ் சாரோட ஒர்க்கில் பண்ணது ஒரு ஹாப்பினஸ். அதே மாதிரி இட்ஸ் அ வெரி பிக் லேர்னிங் ஃபார் மீ வாழை. அந்த அந்த லைஃப்பை பற்றி நான் லேர்ன் பண்ணுறதுக்கான ஒரு ஸ்பேஸாக தான் நான் அதை பார்த்தேன். கண்டிப்பாக தொடர்ந்து அந்த மாதிரி உழைக்கும் வர்க்கத்தோட படங்களை வந்து நம்ம பண்ணணும், அது சப்போர்ட் பண்ணணுன்றது. அந்த சக்ஸஸ் ரொம்ப ஹாப்பியாக இருந்தது. ரொம்ப it's like it's very happy. Not only Vaazha, every film success is really happy for us. டைரக்டர் சார், உங்கள் பேரில் இந்த வாலி இருக்கு, அது அஜித்குமார் சார் அந்த படத்துக்கு எதுவும் கனெக்ஷன் இருக்கா? வாலி ராமாயணம் சார், இது ராமாயண் வாலி, அதுதான் ஒரிஜினல். ஸோ அதோட கனெக்ஷனாக கூட இருக்கலாம், தெரியல. எப்படி இந்த நம்ம ஷெய்னிகம் கொச்சிக்காரன் மெட்ராஸ்காரன் அவரு முழுக்க மெட்ராஸ்காரனாவே மாறிட்டாரு அப்போ. ஸோ அதனால ரொம்ப ஈஸியாக இருந்துச்சு, ஜாலியாக இருந்தது. டயலாக் ப்ரெசன்டேஷன் டப்பிங் ஃபுல் டப்பிங் அவர் தான் பண்ணியிருக்காரு தமிழ். Yes, any more questions? ഫസ്റ്റ് ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ സാധ്യതകൾ സത്യം പറഞ്ഞാൽ കുറവായിരുന്നു. ആദ്യം ഈ പറഞ്ഞ നമ്പർ ഓഫ് ഫൈറ്റ്സ് കുറവായിരുന്നു. ഫസ്റ്റ് നമ്പർ ഓഫ് ഫൈറ്റ്സ് ഇൻ ദ മൂവി വാസ് ലെസ് ഫസ്റ്റ് വെൻ യു നറേറ്റഡ്. ഈവൻ സോങ്സ് വർ നോട്ട് ദെയർ. സോ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറയുന്ന സമയത്തില്ല. കഥയുടെ കൂടെ തന്നെ സിറ്റുവേഷൻ. അപ്പോൾ ഒരു സോങ് ഉണ്ട്, കല്യാണ സോങ് ഉണ്ട്, ഈ പറഞ്ഞ തെക്കത്ത കല്യാണം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് സെക്കൻഡ് ഹാഫിൽ അവരുടെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിലാണ് ഫൈറ്റ്സ് കൂടുതലായിട്ട് ആഡായി വന്നതും. അതാ ഞാൻ പറയാം, ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞൊരു അത്ഭുതമാണ്. ഇപ്പം ഈവൺ ഈ റിലീസ് പൊങ്കലിന് വരുന്നതും ഇൻക്ലൂഡിങ് നോക്കിക്കഴിഞ്ഞാൽ ഞാനത് ഒരു അത്ഭുതത്തോടെ നോക്കിക്കാണുന്നത്. ഓരോ ചേരുവകൾ ഇതിലേക്ക് പതുക്കെ ആയിട്ട് ആഡായി വന്നതാണ്. ഈവൺ ലാസ്റ്റ് നമ്മൾ കാതൽ സടുകുട്ട് റീമിക്സ് ചെയ്തത് പോലും അതും ആദ്യം ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നെങ്കിലും അതൊരു പോയിന്റിൽ അത് വേണ്ട എന്ന് വെച്ചിരുന്നു. പിന്നീട് അത് വന്നു. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഈ ഒരു യൂത്ത് ഓഡിയൻസിനും കൂടെ ഇങ്ങനെ ഒരു റൊമാൻറ്റിക് ഏരിയ പടത്തിലുള്ളത് നമുക്ക് കുറച്ചും കൂടെ കൺവിൻസ് ചെയ്യാനായിട്ട് എന്തായാലും സോങ് വേണം. സിനിമ
കാണുന്നതിന് തിയേറ്ററിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ഘടകങ്ങൾ വേണമെന്ന് പറയണ പോലെ അങ്ങനെ ഓരോന്നും വന്നു ചേർന്നതാണ് വലിയൊരു സന്തോഷമായിട്ടും വലിയൊരു ഭാഗ്യമായിട്ടും കാണുന്നത്. വയലൻസിനെ കുറിച്ച് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കപ്പെട്ടിരുന്നു. ഇപ്പൊ ഇവിടെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള, ഇപ്പൊ തമിഴിലേക്ക് ഇറങ്ങാൻ പോകുന്ന മാർക്കോ വയലൻസിനെ കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതിലെ ആക്ഷൻസും കുറെ കൂടി ബ്രൂട്ടൽ വയലന്റ് രീതിയിൽ കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് அந்த மாதிரி வயலன்ஸ்குள்ள நான் போகல. எங்களால் என்னன்னா இட்ஸ் a ரியலிஸ்டிக் கமர்ஷியல் ஃபிலிம். ஓகே, ஸோ நம்ம பார்த்த விஷயங்கள் கேட்ட விஷயங்கள் இருக்கும்ல, ஸோ அதை ஸ்க்ரீனில் கொண்டுட்டு வரதான் நான் ட்ரை பண்ணேன். எமோஷன்ஸ் இருக்கிற மாதிரி கோபம் இருக்க தான் செய்யும், வயலன்ஸும் இருக்க தான் செய்யும். ஆனால் அது நம்ம ப்ரொஜெக்ட் பண்ணுற விஷயத்தில் இருக்குது. ஸோ என்னால் முடிஞ்ச அளவுக்கு அதை லைவாக கொண்டுட்டு வந்திருக்கேன். கண்டிப்பாக பிடிக்கும்.